ഗ്രേഡിന്റെ വള്ളങ്ങളാണ് തന്നെയാണ് അവിടെ നടക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സി ഗ്രേഡ് 27 കാവില് പോയി പടക്കമായിട്ട് പോയത് ചാട്ടുള്ളി പോലെ പോകുന്നതാണ്. ഈ അവർ തയ്യാറാക്കിയ വള്ളമാണ്. ചാട്ടുള്ളി വരും. കാരണം ലായു അക്ഷരത്തിൽ രണ്ടറ്റവും പറഞ്ഞുകൊണ്ടും ചാട്ടുള്ളി പോലെ കടന്നു സമാനമായി രാജാക്കാരനുണ്ടാക്കിയ വള്ളമാണ് ഈ ഇരുട്ടുകുത്തി എന്ന് പറയുമ്പോൾ അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഭക്ഷണം പോകുന്ന വള്ളം വെപ്പുകൾ, അത് ചുണ്ടൻ വള്ളത്തിന്റെ തലയും അതോടൊപ്പം തന്നെ ചുരുട്ടിക്കുത്തിയ അവരും അങ്ങനെയുള്ള വള്ളമാണ് വെപ്പ് വള്ളം. ചുരുളെന്ന് പറയുമ്പോൾ 2 വള്ളങ്ങൾ ചുരുട്ടിയിരിക്കുന്നത്. ചുരുള വള്ളങ്ങൾ സാധാരണ അത് കലവറ വള്ളമായി പോകുന്നതാണ്. കലവറ വള്ളമായി പോയിക്കൊണ്ടിരുന്നതാണ് ചുരുളം വള്ളം. അങ്ങനെ ഇപ്പോ ഇരുട്ടുകുത്തി സി ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. ഫൈനൽ മത്സരമാണ് നടക്കുന്നത്. ആവേശകരമായ മത്സരം തന്നെ അവിടെ നടക്കുന്നുണ്ട്. നമുക്ക് കാണാം ആദ്യത്തെ 2 ട്രാക്കിലുള്ള 2 വള്ളങ്ങളും മത്സരിച്ച് തന്നെ വരുന്നു. ആദ്യത്തെ 2 ട്രാക്കല്ല, 2ഉം 3ഉം 4 വള്ളങ്ങളേ ഉള്ളൂ. അതിൽ 2ഉം 3ഉം ട്രാക്കിലുള്ള വള്ളങ്ങൾ ആവേശകരമായി തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ചെറുവള്ളങ്ങളൊക്കെ ഓരോ കരകളുടെ അവരുടെ പ്രതീക്ഷയാണ്, അവരുടെ വിശ്വാസമാണ് കാക്കുന്നത്. ആ ചെറുവള്ളങ്ങളുടെ ഫൈനൽ ഇരുട്ടുകുത്തി സി ഗ്രേഡ് ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ഇരുട്ടുകുത്തി വള്ളങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തുഴഞ്ഞു വരുന്നത് ഇരുട്ടുകുത്തിയാണ്. അതായത് വേഗം അങ്ങനെ ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരമാണ്. 4 വള്ളങ്ങളാണ് കടന്നു വരുന്നത്. 1ഉം 2ഉം 3ഉം ട്രാക്ക് 4 ട്രാക്കുകളിലൂടെ കടന്നു വരുമ്പോഴത്തേക്ക് 2ഉം 3ഉം ട്രാക്കിലുള്ള അത് 3ആം ട്രാക്കിലെ വള്ളം എതിരാളികളെ പിന്നിലാക്കിക്കൊണ്ട് ഒരല്പം മുന്നിലേക്ക് കടന്നു വരുമ്പോൾ 2ആം ട്രാക്കിലുള്ള വള്ളം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ 2ഉം 3ഉം ട്രാക്കിലെ വള്ളങ്ങൾ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ ശ്രമിക്കുന്നു. അത് 3ആം ട്രാക്കിലെ വള്ളം ഒരല്പം മുന്നിലാണ്. 2ആം ട്രാക്കിലെ വള്ളം വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ 2ഉം 3ഉം ട്രാക്കിലെ വള്ളങ്ങൾ ഉജ്ജ്വലമായ മത്സരം നടത്തിക്കൊണ്ട് കടന്നു വരികയാണ്. ഫിനിഷിംഗ് പോയിന്റ് അടുത്തിരിക്കുകയാണ്. ചെറുമുറി പിന്നിട്ടിരിക്കുകയാണ്. എന്തൊരു വീറാണ്, എന്തൊരു വാശിയാണ്. അങ്ങനെ അതേ വാശി, കാരണം ചുണ്ടൻവള്ളങ്ങളിലെ തുളച്ചിക്കാർ തന്നെയാണ് അവർ തന്നെയാണ്. ഇരുട്ടുകുത്തിയിലൊക്കെ ഈ പറയുന്ന തുളച്ചിലല്ല, പക്ഷേ കുട്ടനാട്ടിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് തുളച്ചിക്കാർ ഇവരൊക്കെ നല്ല സ്ട്രെയിൻ ചെയ്ത് ആവേശമാണ്. അതുകൊണ്ട് കണ്ടോ എന്തൊരു മത്സരമാണ്. 2ഉം 3ഉം ട്രാക്കിലൂടെ കടന്നു വരുന്ന വള്ളങ്ങൾ. അങ്ങനെ 61 നമ്പർ വള്ളവും അതോടൊപ്പം തന്നെ 57 നമ്പർ വള്ളവും 57 61 തമ്മിലുള്ള പോരാട്ടം. 57 വള്ളവും 61 നമ്പർ വള്ളവും തമ്മിലുള്ള പോരാട്ടമാണ്. അത് ഏതൊക്കെ വള്ളമാണെന്ന് പറയുക. സി ഗ്രേഡ് പമ്പാവാസൻ. അത് പമ്പാവാസൻ 61 നമ്പർ വള്ളം പമ്പാവാസൻ. ഇരുട്ടുകുത്തി ബി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരത്തിൽ കടന്നു വരുന്നു പമ്പാവാസൻ. 61 നമ്പർ വള്ളം. ഇത് 57 നമ്പർ വള്ളം. തൊട്ടുപിന്നിൽ 57 അത് പമ്പാവാസനും. അതെന്തൊരു പോരാട്ടം, എന്തൊരു ഫിനിഷിങ്. ഇതാ കടന്നുപോയി. അങ്ങനെ പ്രബുദ്ധനാതീത മത്സരം. പമ്പാവാസനും 57 നമ്പർ വള്ളവും 57 നമ്പർ വള്ളവും തമ്മിലാണ് കടന്നുപോയത്. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരമാണ് നടന്നത്. പമ്പാവാസൻ കടന്നുപോയി. അതോടൊപ്പം തന്നെ 61 നമ്പർ വള്ളം ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ 52 നമ്പർ വള്ളം 52 നമ്പർ വള്ളം കടന്നുപോയി. 52 നമ്പർ വള്ളം കടന്നുപോയി. അങ്ങനെ 52 ചെറിയ പണ്ഡിതൻ, ആ ചെറിയ പണ്ഡിതനും 67 നമ്പർ ചെറിയ പണ്ഡിതനും പമ്പാവാസനുമാണ്. ചെറിയ പണ്ഡിതനും പമ്പാവാസനുമാണ് ഫൈനലിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രവചനാതീതമായി ഫൈനൽ മത്സരത്തിൽ കടന്നുപോയത്. ഇപ്പോൾ ഇതാ പതുക്കെ കടന്നുപോയത് ഗോതുരുത്ത് എറണാകുളത്ത് നിന്നുള്ള വള്ളമാണ്. ഗോതുരുത്തുകാരെ നമ്മൾ നേരത്തെ കണ്ടിരുന്നു കേട്ടാ. അവരുടെ ആവേശം, അവർ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ ആവേശമാണെന്ന് പറയുന്നു. അപ്പൊ ഗോതുരുത്ത് ഒരു നാടിന്റെ മുഴുവൻ ആകാംക്ഷയാണ്. നോക്കൂ, ആ റിപ്പീറ്റ് ടെലികാസ്റ്റിൽ എവിടെ വെച്ചാണ് അത് ക്രോസ് ചെയ്തതെന്ന് കണ്ടു. ലാസ്റ്റ് മിനിറ്റ് നേരത്തെ നമ്മൾ കണ്ടതാണ്. PBC അവസാന നിമിഷം കയറിപ്പോയ അതേ കയറ്റം അല്ലേ? അതെ, മനോഹരമായിട്ട് വളരെ ആവേശകരമായിരുന്നു. ഇരുട്ടുകുത്തി സി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം വളരെ ആവേശകരമായിരുന്നു. ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് ആ മത്സരം കടന്നുപോയത്. തുടർന്ന് നടക്കേണ്ടത് ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ
ഫൈനൽ മത്സരമാണ്. ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരമാണ് ഇനി മട്ടർ സ്റ്റേഡിയത്തിൽ നടക്കുവാനുള്ളത്. ഏതാണ്ട് 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം പുന്നമടക്കായല് 1150-ലധികം ദൈർഘ്യമുള്ള മട്ടർ സ്റ്റേഡിയം സെൽ സ്റ്റാർട്ടിംഗ് സമ്പ്രദായം. അങ്ങനെ ഫിനിഷിംഗ് പോയിന്റ് ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഫൈനൽ മത്സരം ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം ഇതാ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇരുട്ടുകുത്തി നേരത്തെ പറഞ്ഞതുപോലെ ഇരുട്ടിനെ കീറി മുറിച്ച് കടന്നു പോകുന്ന അതിവേഗത്തിൽ കടന്നു പോകുന്ന വള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ അതേ രീതിയിൽ തന്നെ തുഴഞ്ഞ് അതേ വേഗത്തിൽ അതേ താളത്തിൽ അതേ ആവേശത്തിൽ തുഴയുന്ന ഇരുട്ടുകുത്തി വള്ളത്തിൽ ബി ഗ്രേഡ് മത്സരങ്ങളാണ് ഇപ്പോൾ. ബി ഗ്രേഡ് എന്ന് പറയുമ്പോൾ എത്ര പേര്? 35 പേരല്ലേ? 35 പേരാണ് ഈ വള്ളത്തിൽ മത്സരിക്കുന്നത്. നോക്കൂ, ആവേശത്തോടെ തുഴയെറിഞ്ഞ് 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം എന്ന പോലെ വരുന്നു. ആവേശോജ്വലമായ ഒരു മത്സരമാണ് നമ്മൾ കാണുന്നത്. ആരൊക്കെയാണ് ആ 4 ട്രാക്കിൽ? അതെ, 4 ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ചാട്ടുള്ളി പോലെ കടന്നു വരികയാണ്. ഒപ്പത്തിനൊപ്പം ചരട് കെട്ടിപ്പിടിച്ചതുപോലെ കാണികളെ ആവേശഭരിതമാക്കിക്കൊണ്ടാണ് ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ ഫൈനൽ മത്സരം അങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 1-ാം ട്രാക്കിൽ, 2-ാം ട്രാക്കിൽ, 3-ാം ട്രാക്കിൽ 4 ട്രാക്കുകളിലായി ഒപ്പത്തിനൊപ്പം തുഴയെറിയുന്ന മനോഹരമായ കാഴ്ച. 4 വള്ളങ്ങളും ഒന്നിനൊന്നും വിട്ടുകൊടുക്കുന്നില്ല. ആരാണ് മുന്നിൽ, ആരാണ് പിറകിൽ എന്ന് പറയുവാൻ നിർവാഹമില്ലാത്ത തരത്തിൽ ചരട് കെട്ടി പിടിച്ചതുപോലെ ഒപ്പത്തിനൊപ്പം തുഴയെറിഞ്ഞ് ചാട്ടുള്ളി പോലെ കടന്നു വരുന്ന മനോഹരമായ കാഴ്ച. ആവേശം കൂടുമ്പോ ഈ പുന്നമടയുടെ തീരത്തുള്ളവർ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാണേണ്ട കാഴ്ചയാണ്. ഇങ്ങനെ മത്സരിച്ച് വരുമ്പോ കാണാം, ഇപ്പോ പുന്നമടയിലെ കാണികളെല്ലാം ആവേശത്തിൽ ഇപ്പോ കാണാം നമുക്ക്. അവർ ആവേശത്തോടെ ഈ 4 ടീമുകളെയും പ്രോത്സാഹിപ്പിക്കുന്നത് അവർ കാത്തിരിക്കുകയാണ്. അവസാന ലാപ്പിലേക്ക് കയറാൻ ഈ 4 ഇരുട്ടുകുത്തി ബി ഗ്രേഡ് വള്ളങ്ങളും കടന്നു വരികയാണ്. ആരൊക്കെയാണ് മുന്നിലുള്ളത്? 1-ഉം 3-ഉം ട്രാക്കിലുള്ള 2 വള്ളങ്ങൾ തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതാ കടന്നു വരുന്നു. ആരാണ് ഒന്നാമത്? ആരാണ് ഒരൽപ്പം മുന്നിൽ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം 1-ഉം 3-ഉം ട്രാക്കിൽ ശക്തമായ മത്സരം. അല്ല, 1-ഉം 3-ഉം 4-ഉം ട്രാക്കിൽ അതിശക്തമായ മത്സരം. അതെ, 34-ലെ തുരുത്തിത്തറ 34-ാം നമ്പർ വള്ളം 1 ട്രാക്കിലൂടെ കടന്നു വരുന്ന തുരുത്തിത്തറ കടന്നു വരികയാണ്. 34-ാം നമ്പർ വള്ളം തുരുത്തിത്തറ ഒരു അല്പം മുന്നിൽ കാണുന്നു. 2ാമത് വരുന്നു ഗബ്രിയേൽ കടന്നു വരുന്നു. തുരുത്തിത്തറ കടന്നു വരുന്നു. അങ്ങനെ 4 കള്ളങ്ങൾ. തുരുത്തിത്തറയാണോ ഗബ്രിയേലാണോ ഏത് വള്ളമാണെന്ന് പറയാൻ കഴിയില്ല. മനോഹരമായ കാഴ്ച. വളരെ മനോഹരമായ കാഴ്ച. ഇരുട്ടുകുത്തി ബി ഗ്രേഡിന്റെ വളരെ ആവേശം വരുന്ന ഫൈനൽ മത്സരം. 39-ാം നമ്പർ വള്ളം 34-ാം നമ്പർ വള്ളം തുരുത്തിത്തറ അത് താണിയൻ തുരുത്തിത്തറ സെന്റ് ജോർജ്. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള 4 ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ ബി ഗ്രേഡിന്റെ തീവാറുന്ന മത്സരം. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ബി ഗ്രേഡ് ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ വളരെ മനോഹരമായ തീമാറുന്ന ഫൈനൽ മത്സരം ഇതാ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അധിക സമയമില്ല. നെഹ്റു ട്രോഫിയിൽ ഏവരും കാത്തിരിക്കുന്ന ഫൈനൽ മത്സരത്തിന് അതിന് മുൻപുള്ള സാമ്പിൾ വെടിക്കെട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. നോക്കൂ ആ ദൃശ്യങ്ങളിൽ. എന്തൊരു ഫിനിഷിംഗ്! അവസാന നിമിഷം കയറി വരുന്ന ആ വരവിലാണ് ഇവരുടെ ജയം തീരുമാനിക്കപ്പെടുന്നത്. ഏത് നിമിഷം വേണമെങ്കിൽ മാറി മറിയാവുന്നതാണ് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ. ഓരോ വള്ളങ്ങളുടെയും വിജയഭാവി എന്ന് പറയുന്നത് അതെവിടെ വെച്ച് വേണമെങ്കിൽ മാറി മറിയാം. പക്ഷേ അവസാന 100 മീറ്ററിൽ ആര് മുന്നേറുന്നു, ആർക്ക് ആ ആവേഗത്തോടെ മുന്നോട്ട് വരാൻ കഴിയുന്നു, അവരാണ് കിരീടം നേടുക. അതുകൊണ്ട് തന്നെ ആ പോരാട്ടവീര്യം തുടക്കം മുതൽ 1150 മീറ്റർ വരുന്ന ട്രാക്ക്, ഈ നെട്ടായത്തിൽ ആ 1150 മീറ്ററിന്റെ തുടക്കം തൊട്ട് ഒടുക്കം വരെ അതേ ആവേശം, അതേ വീറ്, അതേ വാശി, അതിൽ വരുന്നവർക്ക് മാത്രം ലഭിക്കുന്നതാണ് കിരീടം. അപ്പൊ ഇനി നടക്കുവാനുള്ളത് ചുരുളം വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ്. 1-ാം ട്രാക്കിൽ ഇതാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. 1-ാം ട്രാക്കിൽ 23-ാം നമ്പർ വേളങ്കാടൻ BBC കുമരങ്കരി ജിജോ ക്യാപ്റ്റനായിട്ടുള്ള വേലങ്ങാടൻ ജീമോൻ ക്യാപ്റ്റനായിട്ടുള്ള 23-ാം നമ്പർ വള്ളം വേലങ്ങാടൻ 1-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിൽ കോടിമതയാണ് SSBC ബോട്ട് ക്ലബ്ബ് പനങ്ങാട്
ക്യാപ്റ്റൻ ലെനിനസ് ക്യാപ്റ്റനായിട്ടുള്ള കൊടിമത കടന്നു വരുന്നു. മൂന്നാം ട്രാക്കിൽ മൂഴി ചെമ്പനം ബോട്ട് ക്ലബ്ബ്, CBC കൊച്ചി, അജിത് കുമാർ ക്യാപ്റ്റനായിട്ടുള്ള, അങ്ങനെ വേലങ്ങാടനും കോടിമതയും മൂഴിയും തമ്മിലുള്ള ചുരുളം വള്ളങ്ങളുടെ ഫൈനൽ മത്സരമാണ് വാട്ടർ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ കുട്ടികളുടെ കോളേജ് കുട്ടികളുടെ മത്സരമാണ് നെഹ്റു ട്രോഫിക്ക് ചുരുളം വള്ളങ്ങളിൽ കളിച്ചതെങ്കിൽ ആ രീതിയൊക്കെ മാറി ഇപ്പോൾ വരുന്നത് നമ്മുടെ പുരുഷന്മാർ മറ്റു വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളിൽ തുഴയേറിയുന്ന ആ കരിവാടി കുട്ടന്മാരുടെ കൈക്കരുത് പ്രകടമാക്ക് ചുരുളം വള്ളങ്ങളിൽ തേരേറി അവർ കടന്നു വരികയാണ്.